മാർക്കറ്റിൽ പോയ ഒരു ദിവസം പോക്കാം. കൊച്ചിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാ ചോദിച്ചാൽ ഞാൻ അറിഞ്ഞ ഇത്രയും വൈകുന്നു. നേരത്തെ വരാന്നോർത്തൊന്നും ഉണ്ടാക്കാതെ പോയത്. നല്ലുനാണ് സ്കൂളിലോട്ട് വന്നപ്പോ എന്തൊരു വിശപ്പ്. അവിടെ ഒരു ആനനെ തിന്നാനുള്ള വിശപ്പിന് അവള് വന്നത്. എന്തെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ. സ്നാക്സ് ഇരിപ്പുണ്ടോ? ഞാൻ ഇച്ചിരി പുട്ടെന്തെങ്കിലും ഉണ്ടാക്കാം. കൊണ്ടുവച്ചടി ബാഗ്. അമ്മ വാഹനം എന്താ? എനിക്ക് വിശക്കണം അമ്മ. നീ കൈ കഴുകിയോ? ആ കഴുകി. കൈ കഴുകിയടി. പറയോ? അമ്മ തലവേദന എടുക്കണം. ആ തലവേദന എടുക്കണത് കുളിക്കാഞ്ഞിട്ട് പോയി മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറ്റിട്ട് വാ. എനിക്ക് ഇത്ര ആഹാരം എന്താ അമ്മ? ആഹാരം തക്ലിമോളെ കൊറേ ദിവസമായിട്ടാ നീ കുളിക്കാതെ നനയ്ക്കാതെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണത്. നല്ല അടി മേടിക്കും ഞാൻ. ഞാൻ സ്കൂളിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. ഉച്ചക്ക് ചോറിനല്ലേ നീ? ഉച്ചക്ക് ചോറുണ്ടെന്ന് വെച്ചാൽ വേറെ കഴിക്കണ്ടേ? അമ്മ ഉച്ചക്ക് ചോറിന്റെ ഒന്നും കഴിക്കൂലേ? എന്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് 4 വർത്താനം പറഞ്ഞാൽ മതി. പോയി കുളിച്ചിട്ട് വലിയൊരു പറയും ബുദ്ധി പ്രവർത്തിക്കണോ, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിശപ്പാന്ന്. അത് ബുദ്ധി പ്രവർത്തിക്കണതല്ലേ? നിനക്കുണ്ടോ ബുദ്ധി? കളിക്കല്ലേ. തരാം. മോനൊരു കാര്യം ചെയ്യ. എന്റെ പൊന്നു കുഞ്ഞ്, നിനക്ക് ഇത്ര വിശപ്പ് എന്താടി എഴുന്നേറ്റേ? എനിക്ക് ആഹാരം തന്നെ ഞാൻ വരൂലോ. ആഹാരം തരാമ്മ തരാം. അതെ പുട്ടാവണേ ഉള്ളു. അതല്ലേ അമ്മ പറഞ്ഞത്. ബാ എനിക്ക് വേറെ എന്തെങ്കിലും എന്താ? ഉച്ചക്കത്തെ ചോറ് വലുതാ ഓടുന്നു. ഉച്ചക്ക് ചോറ് 4 നേരം ചോറിനിട്ടുണ്ടെങ്കിൽ വയറ് ചാടും പെണ്ണെ. കൊഴപ്പില്ല. നീ ഒരു കാര്യം ചെയ്. അമ്മയ്ക്ക് ഉണ്ടല്ലോ വയറ്. എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്റെ നല്ലത് കൊള്ളും. നീ ഒരു 10 മിനിറ്റ് ഇപ്പൊ ചോറ് തരാം. നീ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ചോറ് തിന്നില്ലേ? നല്ലു ഇപ്പൊ തരാം. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളു. അമ്മയും മാമിയും കൂടെ പുറത്ത് കടയിൽ സാധനം മേടിക്കാൻ പോയിരിക്കുവായിരുന്നു. അതാ ചോറ് വെക്കാൻ താമസിച്ചത്. നിനക്ക് ഈയിടെ ഇത്തിരി വിശപ്പ് കൂടുതലാണ് കേട്ടോ നല്ലു. ഇപ്പൊ തരാം. എന്റെ പൊന്നു, ഇത് എന്തൊരു വെപ്രാളാണ് ഈ കൊച്ചിന്. അവിടെ നിക്ക്. തൽക്കാലമേ ഈ സ്നാക്സ് കഴിക്കും. ഒറ്റ അടി വെച്ചേരും അഹങ്കാരി. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച നല്ല ഈ ശീലമൊക്കെ? അമ്മേനെ കൊമ്മ. നിക്കടെ ഏട്ടിന് ഒറ്റ അടുത്തരാ കൊഞ്ചിച്ച് കൊച്ചിനെ വഷളാക്കണത്. ഞാൻ ഇപ്പൊ ഇവക്ക് കഴിക്കാൻ സ്നാക്സ് കൊടുത്ത് അവക്ക് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒറ്റ എറി അവിടെ ഇരുന്ന പാത്രമൊക്കെ തള്ളി താഴെയിട്ട്. ഏട്ടന്റെ ഈ ദേഷ്യം കണ്ട് അവളും വളർന്നോണ്ടിരിക്കണത്. ചെയ്യോ? പാത്രം എറിയാൻ പാടുണ്ടോ? പാടില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല കുട്ടികളല്ലേ? അങ്ങനെ ചെയ്യോ? മോൾ നല്ല കുട്ടിയല്ലേ? പാത്രമൊക്കെ എടുത്തെറിയുന്ന മോശം കുട്ടികളല്ലേ? നല്ല കുട്ടിയാവണ്ടേ? ബാ. ജമന്തി എന്തോ കടിയൊക്കെ കഴിഞ്ഞാ? എടി കൊച്ചേ, അരി അരച്ചു വെക്കാൻ നോക്കിയപ്പോഴത്തേനും ചോറില്ലെന്നേ. നാളെ ദോശക്ക് ഇച്ചിരി ചോറെടുത്ത് 2 തവി ചോറ്. ചോറെടുത്ത് അരിയില്ല. കലം പഠിച്ച പെണ്ണിന് കൊടുത്തത്. നല്ല മോക്കാ. അവക്കാണെ ഭയങ്കര വിശപ്പാ നാത്തൂനെ. അതുകൊണ്ട് നാളെ ദോശ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോഴത്തേനും അവൾ എന്നെ പിടിച്ചു കഴിഞ്ഞു. ഇന്നലെ ഇവിടെ കാണിച്ച പോകില്ലെറിഞ്ഞ സ്നാക്സ് ഞാൻ കൊടുത്ത്. അവക്ക് ചോറ് മതി. സ്നാക്സ് മാത്രം എടുത്ത് ഒറ്റ വലിച്ചെറി കൊടുത്തി വന്നിട്ട്. പിള്ളേര് വളരണല്ലേ? എന്ത് ചെയ്യും ഞാൻ? അരി അരച്ചു വെക്കാൻ പറ്റൂലല്ലോ. ഇവിടെ നീ ഇരിപ്പുണ്ടാ? ഇത് പൊട്ടിക്കാത്താണടി. ഞാൻ എടുത്തിട്ട് ഇച്ചിരി കൊണ്ടുവന്നാ മതിയാ? രാവിലത്തേക്ക് അവർക്ക് 2 മാത്രം മതി. ഇത് പരത്താൻ മടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കണ്ടേ? പരത്തിയിട്ട് ചപ്പാത്തി ഇങ്ങോട്ട് 5-6 തന്നോട്ടേക്ക്. എനിക്ക് വേണ്ട. കൊണ്ടേക്ക് വേണ്ട. ക്ലീറ്റോ,
ക്ലീറ്റോ ഒന്നിങ്ങ വന്നേ. എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഇവിടെ 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 ആ തേങ്ങ വായിന്നെടുക്ക് ക്ലീറ്റോ. ഇങ്ങോട്ട് വന്നേ. ഈ മനുഷ്യനെ കൊണ്ട് വലിയ പോടായിട്ടുണ്ട്. തേങ്ങ കൊതു വായിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. വന്നേ വന്നേ. ഇത് പിടിക്ക്, ഒരു കാര്യണ്ട്. മര്യാദക്ക് അവിടെ ഇരിക്കട്ടെ തന്നെ. ക്ലീറ്റോ ഒന്ന് എടുത്ത്, എനിക്ക് പൊങ്ങണില്ലെന്ന്. ക്ലീറ്റോ അത് എടുത്ത് പൊക്കാനുള്ള വല്ല കാര്യമുണ്ട്, അതോടെ വേടി. ഒരു കാര്യത്തിനാ. വന്നേ. എന്താ കാര്യം? എന്താണ്? ഇങ്ങ് വാ. ഒരു കാര്യം ഞാൻ പറയാം. തെങ്ങി കയറാനൊന്നും എനിക്കറിയില്ല. തേങ്ങ ഇടാൻ ഇനിയിപ്പോൾ ആളൊക്കെ ഇടാൻ ഞാൻ 3-4 ദിവസമായിട്ട് പറയുന്നുണ്ട്. തെങ്ങി കയറാനല്ല, വേറൊരു കാര്യത്തിനാ. സന്തോഷമുള്ളതാ. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. പ്ലാവിൽ കയറി ചക്ക ഇടാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞല്ലോ ചക്ക വേണം ചക്ക വേണം. അതുകൊണ്ട് എന്നെ കേട്ടണ്ട. അതുമല്ല, പിന്നെന്തോന്നു ക്ലീറ്റോ ഞെട്ടും. വാ വാ, ഭയങ്കര രസമാ സത്യം. ഒരു മതിലിന്റെ മുഖത്തുനിന്ന് ചാടാൻ കൂടി അറിഞ്ഞൂടാ. എന്താ ഇപ്പൊ നിനക്ക് ഏണിയുണ്ട്? എന്താണ് ഇതിന്റെ? ഞാൻ കാണിച്ചു തരാന്നേ. പിടിക്ക്. പോക്കോ, അങ്ങോട്ട് പോ. അവിടെയല്ലേ രസം ഇരിക്കണേ. പണ്ടേ ക്ലീറ്റോ നമ്മുടെ സ്കൂളിന്റെ ഒക്കെ സൈഡില് പ്രാവിന്റെ കൂട് കൂട്ടൂലേ, മുട്ട, അതെടുക്കാറില്ലേ ക്ലീറ്റോ? എനിക്ക് പണ്ട് പ്രാവിന്റെ മുട്ട കാണിച്ചു തന്നിട്ടില്ലേ? ഇവിടെ പ്രാവിരിപ്പുണ്ട്. ഇവിടെ ഇവിടെ ഒതുക്കി വെക്ക്. ഇവിടെ 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 വെക്ക്. ഇവിടെ ഒതുക്കി വെക്ക്. അയ്യോ, ഇങ്ങനെയല്ല ഒതുക്കണ്ടേ, ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഏണി ഒതുക്കി വെക്കണം. ഇങ്ങനെ ആകുമ്പോ ഒതുങ്ങി അവിടെ സുരക്ഷിതമായിട്ടിരുന്നു. ഇവിടെ പിടിക്കേ. നീ ഇത് എന്ത് തോന്നിയത് കാണിക്കുന്നത്? പ്രാവിന്റെ മുട്ട, പ്രാവിന്റെ മുട്ട. പ്രാവിന്റെ മുട്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ഏണി ഒതുക്കി വെക്കണമെന്നല്ലേ പറഞ്ഞു? എടി, ഇതിപ്പോ ഒതുക്കി വെച്ചേക്കണത്. ഇതിപ്പോ ഏണിയുടെ തല താഴെയും കാല് മുകളിലുമായിട്ടാ. നീ അങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചത്. സാരല്ല. എന്തിന് കാര്യമൊന്നും ഓട് മാറാൻ. ഓട് മാറാനോ? നീ ഓടുന്നു കേട്ടിട്ടില്ല? നിനക്ക് വേറെ ഒരു പണിയില്ല? വെറുതെ ഇരിക്കായിരുന്നു. ഇല്ല, നിന്റെ ഓട് മാറാൻ നിൽക്കുന്ന ആളല്ലേ ഞാൻ. എന്ത്? അതെ, 10 ആളറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് കേട്ടോ. അതിന് ഈ ഓട് മാറാനൊക്കെ അതിൻ്റെതായ ആളുകളുണ്ട്. ഞാൻ മറ്റേ ആശാരിയൊന്നുമല്ല ഓട് മാറാൻ. അയ്യോ, അല്ലായിരുന്നോ? എന്റെ വിചാരം ക്ലീറ്റോ ആശാരിയായിരുന്നു. അയ്യോ, ശരിയല്ല. കേറിക്ക് അങ്ങോട്ട്. ഒരു വീട്ടിൽ ഓട് മാറാൻ എന്തെന്ന് നിങ്ങൾക്ക് അതിനകത്ത് കയറിയാ ഓട് പൊട്ടി ഓടുന്ന മാറി. ഇപ്പൊ മഴ മാറി നിൽക്കുക ക്ലീറ്റോ. ഇപ്പൊ മാറിയാ മാറി. ഞാൻ ഒന്നാമത് എനിക്ക് ഉയരത്തിൽ നിന്ന് താഴ്ത്ത് നോക്കിയാൽ തന്നെ തല ചുറ്റും. വെറുതെ താഴ്ത്ത് നോക്കണ്ട, മേളോട്ട് നോക്കിയാൽ മതി. പിന്നെ നല്ല വെച്ചല്ലേ കേറ്. ഫോൺ എടുക്കട്ടെ, കുട്ടപ്പനെ വിളിക്കാം. ഓട് മാറാൻ കുട്ടപ്പനാകുമ്പോൾ വന്ന ബാക്കിയുള്ള ഓട് എന്തെങ്കിലും കംപ്ലൈന്റ് നീ എല്ലാം പറഞ്ഞു. വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ? അയാൾ വന്ന് കുറെ കള്ളും കുടിച്ച് മൂക്ക് മുട്ട തിന്നു കഴിഞ്ഞ് പൂസായിട്ട് ഇവിടെ ഇരിക്കും. ഓട് നിങ്ങൾ തന്നെ മാറ്റേണ്ടി വരും. എന്തിനാ പാട് വയ്ക്കണം? ഇപ്പൊ അങ്ങ് മാറ്റിക്കോ. ഈ കാശുണ്ടോ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ 500 രൂപ? ഈ കള്ള് മേടിക്കാൻ കാശുണ്ടോ? കുട്ടപ്പനെ സോൾവ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. കുട്ടപ്പനെ പൈസ കൊടുക്കണ്ട. കുട്ടപ്പനോടുള്ള കള്ള് ഇന്നലെ ഞാൻ അമ്മാവൻ അളിയനും കൂടെ അടിച്ചതിന്റെ ബാക്കി ശകലം താഴെ ഇരിപ്പുണ്ട്. അത് ഇത്തിരി വെള്ളം കൂടെ വെച്ച് അത് കുട്ടപ്പനോട് കുട്ടപ്പൻ ബാക്കി എല്ലാം ക്ലിയർ. അത് വഴി കാണുമ്പോൾ നിങ്ങൾ കുട്ടപ്പന് കൊടുക്കും. നിങ്ങൾ ഇങ്ങോട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ക്ലീറ്റോ. നീ ഇത് ഞാൻ ഇനിയൊരു സത്യം പറയാം. ഞാൻ ഇത് കയറാത്തതിൻ്റെ കാര്യം, ഇങ്ങനെ ഈ പൊക്കത്തിലുള്ള ഇതിലൊക്കെ കയറി ഞാൻ ഇതൊക്കെ ചെയ്യണം. ആരെങ്കിലും കണ്ട പിന്നെ പാർട്ടിയിലെ എല്ലാ പരിപാടിക്കും ഇതിലുള്ള എല്ലാം എന്നെ വലിച്ചു കയറ്റും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പാർട്ടി വിടൂലേ? അതാണ് എനിക്ക് വേണ്ടത്. കേറ് ക്ലീറ്റോ. എനിക്ക് പുട്ടുണ്ടാക്കണം. എനിക്ക് കൊടുക്കണം. അതെ, പുട്ടുണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് എനിക്ക് വിശക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വിശപ്പ്? ഇതിന് മാത്രം ഒരു കുഴപ്പമില്ലല്ലോ. നമ്മള് വന്നാലും അതെ വിശക്കുന്നു വിശക്കുന്നു. രാവിലെ ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ ഓരോ നേരം കഴിച്ചാൽ മതി. അപ്പനും മോള് വീർത്ത് ഓടുണ്ട്. ഞാൻ ബേബി ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരെണ്ണം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തിനു വല്ലവരും നിങ്ങൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ടാണ്. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ തലകുത്തനെ എടുത്ത് വെച്ചിട്ട്
കഴുകേണ്ടതായിരുന്നു. ആ പിന്നെ ഇനി ഞാൻ കഴുകി പെയിന്റും കൂടെ അടിച്ചു തരാം. പതുക്കെ കയറുക. ആരോടുള്ള വാശിക്ക് കയറുക? നീ അവിടെ നിന്ന് വീണിട്ട് എന്നെ പറയാൻ വേണ്ടിട്ടാ. അതെ, ആ ചെരുപ്പ് ഊരിട്ടിട്ട് കയറാൻ പാടില്ല നിനക്ക്. ഞാൻ കയറുന്ന ആളുടെ സൗകര്യമാണ്. നീ കൂടുതൽ ഓടിങ്ങോട്ട് എടുക്കും. എന്നാ സൂക്ഷിച്ചു വെക്ക്. എന്റെ തലയിലോട്ടിടല്ലേ. അതെ, അപ്പുറത്ത് ഏത് അത് പൊട്ടാ തോടാ കളിച്ചോ. ഏതാണ്? ദേ ആ പൊട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിലെ മത്തക്കുരുവാണ് ഇരിക്കുന്നത്. ദേ ഇരിക്കുന്നെന്ന്. ഇതോ? അതിന്റെ മോളില്. അയ്യോ, അതിന്റെ മേളത്തുനിന്നും പൊട്ടിയിരിക്കുകയാണത്. നോക്കട്ടെ, അത് അളവ് ശരിയാവോ ഒന്ന് നോക്കട്ടെ. അയ്യോ വേറെ എവിടെ ഉണ്ടോ? ആ അവിടെ ഇരുന്നേച്ച് ആകെ ഒരു ഓട് എടുത്തിട്ട് വന്നു. ഞാൻ ഇനി ഓടിന് എവിടെ പോകും ക്ലീറ്റോ? പിന്നെ ഇപ്പം നടക്കണ ഒരു കാര്യം ഞാൻ പറയാം. പുട്ടുണ്ടാക്ക്. അതല്ലേ ഇപ്പം നടക്കും. ഓടിനിപ്പം അടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഓട് ഒപ്പിച്ചിട്ട് മാറാം. പോയി. ഓ എൻ്റെ കർത്താവേ, സമാധാനമായി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങണതല്ലേ പാടും. ഒരു സാധനം കാണില്ല, ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വലിച്ചു വാരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓ എന്തൊരു കഷ്ടം. ഈ സാധനം എവിടെ എടുത്ത് വെച്ചിക്കണമെന്ന് ഇവളും. ഇനി അലമരക്കകത്ത് നോക്കാൻ സ്ഥലം. തങ്കം, ഉള്ള തുണി കൂടിയാലും കുഴപ്പമാണ്. എന്റെ കർത്താവ്, ഞാൻ തങ്കം എന്താ ഇങ്ങോട്ട് വാടി. എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കൂലേ ക്ലീറ്റോ? ഞാൻ മുറ്റടിക്കാൻ എന്താന്ന് വെച്ചാ പറഞ്ഞോ. തങ്കം വരണം അങ്ങോട്ട്. എന്താ കിടന്ന് തൊള്ളോർക്കണത് നിങ്ങള്? ഷർട്ട് അലമാരിക്കകത്തുണ്ടല്ലോ. അലമാരി ഇതേ ഇരിക്കുന്നു. അതിനകത്തിരുന്ന് തുണിയൊക്കെ ഉണ്ട് ഈ കിടക്കണേ. ഇനി അതിനകത്ത് നീ ഷർട്ട് എടുത്തുക. ഇതെന്താ ക്ലീറ്റോ ഇത്? ഒരു ഷർട്ട് നോക്കിയതാണ് ഈ കാണുന്നത്. ഇത് ആരെടുത്ത് മടക്കി വെക്കൂ? ഇനി എടുത്ത് മടക്കി വേണ്ടി എന്റെ ഷർട്ട് എവിടെയാണ് ഞാൻ ചോദിച്ചത്. ഞാനല്ലേ മടക്കി വെച്ചത്? എനിക്കറിയാം. മടക്കി വെച്ച് എടുത്ത് അങ്ങോട്ട് മര്യാദക്ക് നോക്കണം. എന്നാ അതിനെടുത്ത് പ്രത്യേകം മാറ്റി തേച്ച് വെക്കണമെന്നല്ല. ഇതാണോ വാരി ഒരെണ്ണം. ഇത് വെള്ള ഷർട്ടാണ്. വെള്ള ഷർട്ടല്ലേ? നോക്കി തരാട്ടാ. ഇവിടെ കളിക്കുന്നു. തുണി എല്ലാം കൂടെ വാരി അങ്ങ് ഇങ്ങും ആക്കിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു എടുത്തു തരാം. ഞാനല്ലേ കഴുകി വെച്ചത്. ഓ പിന്നെ മുതുകാടിന്റെ മോളല്ലേ കാലിയായിരിക്കുന്ന അലമാരി നീ ഇപ്പൊ വെള്ള ഷർട്ട് എടുത്തു തരാൻ? അല്ല ക്ലീറ്റോ, ഞാൻ ഇന്നലെ തന്നെ അത് ഞാനും ജമന്തിയും കൂടി നിന്ന് തുണി കഴുകി ഇങ്ങോട്ട് എടുത്തിട്ട് വന്നത്. ഒരു സാധനം സൂക്ഷ്മം ഇല്ലാന്ന് പറഞ്ഞാ ഇത് കണ്ടു തന്നെ പെങ്കൊച്ചും വളരണത്. നിങ്ങൾ ഞാൻ ഇട്ടുണ്ടോ? ഞാൻ ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയി. ഓടി എവിടുന്ന്? പിന്നെ ഷർട്ട് എവിടെയെന്ന്? അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. ഷർട്ട് എവിടെ ഇടാനാണ് ഞാൻ ഷർട്ട് ചോദിച്ചത്. പിന്നെ വൈകിട്ടൊരു പരിപാടി ഉണ്ട്, പാർട്ടി പരിപാടി. ചിലപ്പോഴേ തുണി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കഴുകിയിട്ടത്. അപ്പൊ അവളെങ്ങാനും അറിയാതെ ഇനി അവളുടെ കൂട്ടത്തിൽ എടുത്തോണ്ട് പോയാവോ? ഇതിനകത്തില്ലല്ലോ അല്ലേ? എന്നാ ശരിക്കും രണ്ടായ ഉണ്ടാക്കിയിട്ട് രണ്ടിലായിട്ട് മാറ്റി മാറ്റി വിരിക്കണം. നാത്തൂനെ, നാത്തൂനെ, നാത്തൂനെ. ഓ, ഇത് എവിടെ പോയി കിടക്കുവാ? എന്താ നാത്തൂന് ഇന്നലെ അഴയുന്ന തുണി എടുത്തില്ലേ? എടുത്തു കൊടുത്തില്ലേ? ഏട്ടന്റെ ഒരു മുണ്ടുണ്ടാന്ന് നോക്കിയേ. ബെസ്റ്റ്. അവിടുത്തെ മുണ്ട് എങ്ങനെ ഇവിടെ വരുന്നത്? ക്ലീറ്റോന്റെ ഷർട്ട് അവിടെ ഉണ്ടോ നോക്കിക്കേ. പുതിയ ഷർട്ട്. അത് കാണാനില്ലാതെ പറഞ്ഞാൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ മനുഷ്യ. ഷർട്ടാ? ആ, ക്ലീറ്റോ ചേട്ടന്റെ ഷർട്ട് ഇവിടെ ആർക്ക് പാകാവാനാ? നാത്തു മുണ്ടുണ്ടാന്ന് നോക്ക്. ഇതെന്ത് പാടുത്? മുണ്ട് ഇവിടെ വരുന്നത് എങ്ങനെയാ ജമന്തി? ക്ലീറ്റോ ചേട്ടൻ ഇപ്പൊ ഏത് മുണ്ടാ കൊടുത്തേക്കണെന്ന് നോക്കിയേ. ചിലപ്പോ ഏട്ടന്റെ പുതിയ മുണ്ടായിരിക്കും കൊടുത്തേക്കണം. പിന്നെ ക്ലീറ്റോ ചേട്ടൻ ബോധം ഇല്ലാതെ നടക്കുകയാണല്ലോ. നിങ്ങളുടെ മുണ്ട് എടുത്തോണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. നീ ആ എടുത്തോണ്ട് പോയ കൂട്ടത്തിൽ ക്ലീറ്റോന്റെ ഷർട്ട് ഉണ്ടോ നോക്കിക്കേ. ഞാൻ മൊത്തം നോക്കി. എനിക്ക് ക്ലീറ്റോ ചേട്ടന്റെ ഷർട്ട് കണ്ടാ തിരിച്ചറിയത്തില്ലേ? ഇതെന്ത് നോക്കിങ്ങോട്ട്. ക്ലീറ്റ് ഇപ്പൊ പുതിയ ഇത് വന്നേക്കുന്നു. ക്ലീറ്റ് അവന്റെ മുണ്ട് എടുത്തോണ്ട് പോന്നിട്ടുണ്ടോ? അവിടെ മുണ്ട് കാണാനില്ല എന്ന്. നിന്റെ പെണ്ണും പിള്ളേടെ വായിക്കാത്ത നാക്കുണ്ടെങ്കിൽ അത് വെച്ചോണ്ട് മര്യാദയ്ക്ക് പറ കേട്ടാ. എന്ത് ചുമ്മാ ഓരോന്നെ പറയാ കേട്ടാ. ഇന്നലെ അവിടെ തുണി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. നാത്തൂനാണ് വന്ന് ആദ്യം തുണി എടുത്തോണ്ട് പോയത്. ഞാൻ പിന്നെ വന്ന് എടുത്ത കൂട്ടത്തില് ഏട്ടന്റെ ഒരു മുണ്ട് കാണുന്നില്ല. ആ പുതിയ മുണ്ടില്ലേ കഴിഞ്ഞ ദിവസം? മുണ്ടിനെടുത്ത് ചോദിക്കുക നിങ്ങള്. ഞാനേ എന്റെ ഒരു ഷർട്ട് പോയ ടെൻഷനിലാണ്. നീ ഒന്ന് നോക്കിയാണ്. പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ട് 4 ദിവസമായിട്ടുള്ളൂ. നിന്റെ ഷർട്ട് പോയാ? ഓ കാണാനില്ല. എന്റെ മുണ്ടും നിന്റെ ഷർട്ടും ഓ നടരാനെ വിളിച്ചു പോയത്. നടരാജൻ എന്തിനാ? ആള് മോഷണത്തിന്റെ ആള്. നടരാജൻ ഒരാഴ്ചയായിട്ട് എറണാകുളത്താണ്, ഇവിടെ ഇല്ല.
നിങ്ങൾ അതല്ല ഇതിപ്പോ ഇവിടെ അവിടെ അവിടെ ഇല്ല, ഞാൻ നോക്കിയതല്ലേ ഇവിടെ അവിടെ ഉണ്ടാവുന്ന ഒന്ന് നോക്കണേ. നിങ്ങൾ ഇവിടെ ഞാൻ മൊത്തം അരിച്ചു പെറുക്കി ഞാൻ മുണ്ടുണ്ടാന്ന് നോക്കിയേ നാത്തൂനെ. അലമാരി മൊത്തം മറിച്ചിട്ടേക്ക അവിടെ മുണ്ട് നോക്കാൻ വേണ്ടി. നീ നോക്കിയാൽ നന്നായിട്ട്. ഏട്ടൻ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച? നീ എല്ലാം കഴുകാട്ടെ, പിന്നെ ഞാൻ എടുത്തോണ്ട് പോണ അവിടെ പോണ. അല്ല ഞാൻ അവിടെ കൊണ്ടുവന്ന് നീ നന്നായിട്ട് നോക്കിയാ? മൊത്തം നീ നോക്കിയാ? അതെ, ഒന്നുകൂടെ നിങ്ങൾ പോയി നോക്കി പെണ്ണുങ്ങളെ. അത് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി അതിന്റെ കൂടെ. കൊച്ചു തലറി ഇവിടുന്ന്. എന്ത് ആശുപത്രി കൊണ്ടുപോട്ടെ സാർ? ഒന്നും വേണ്ട, ഭക്ഷണം കഴിക്കാത്തന്റെ. അല്ല, ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. വേണ്ട വേണ്ട, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് അല്ല. അതെന്താ കഴിക്കാത്തത്? നിങ്ങള് ആഹാരം കൊണ്ട് കഴിച്ചൂടെ? ഭക്ഷണം കൊടുത്തുവിടല്ലേ? ശ്രദ്ധിക്കണ്ടേ? ഭക്ഷണം കൊടുത്തു വിട്ടിട്ട് അത് കഴിക്കുന്നുണ്ടോന്നുള്ള കാര്യം വൈദ്യുതി ചോദിക്കണ്ടേ? കൊടുത്തു വിട്ടായിരുന്നു സാറേ. കൊടുത്തു വിട്ടിട്ട് കാര്യമില്ലല്ലോ, അവർ കഴിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ ചെക്ക് ചെയ്യണ്ടേ? സാറേ, ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം. ആ ശരി ശരി, കാരണം ഇത് ആവർത്തിക്കരുത്, കുട്ടികളുടെ എല്ലാം ബാധിക്കുന്നത്. ശരി ശരി സാർ. ശരി, താങ്ക് യു സാർ. ശരി. കഴിയില്ലല്ലോ. എടി കൊച്ചേ, ഈ കൊണ്ടുപോകണം ചോറൊക്കെ നീ എന്ത് ചെയ്യണടി? ഇത് നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തത്? എടാ, പാത്രത്തിലൊക്കെ ചോറൊന്നും ഇല്ലാതെ കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണോ കഴിക്കാത്തത്? കൊണ്ടുപോകണ ഭക്ഷണം എന്തിനാടി? നീക്ക് എന്താ കൊണ്ട് കളയുക ഭക്ഷണം? നീ ചൂടാവില്ലളിയാ. പിന്നെ എങ്ങനെ ചൂടാവാതിരിക്കും? പറയട്ടെ, മോള് പറയാം. ഇവിടുന്ന് കൊണ്ടുപോകണ ആഹാരമൊക്കെ എന്താ ചെയ്യുന്നത് നിങ്ങള്? എന്ത് ഇഷ്ടപ്പെടാത്തോണ്ടാ? പറ വെച്ച അങ്ങോട്ട്. അവള് പറയുമല്ലോ, നിങ്ങൾ ഇങ്ങനെ ചാടി കയറിയപ്പോ എങ്ങനെ? നിനക്ക് എല്ലാത്തിനും ഒരു കുഴപ്പമാണ്. ഇതല്ലാതെ സാറ് വന്ന് പറഞ്ഞല്ലേ, നാണക്കേടല്ലേ? മക്കളെ, ഇവിടെ നിന്ന് തരുന്നു വിടുന്ന ചോറ് മക്കൾ എന്താ ചെയ്യുന്നത്? മാമ, നമ്മുടെ സ്കൂളിന്റെ അവിടെ നമ്മൾ ഉച്ചയ്ക്ക് ആരും കഴിച്ചതിന്റെ വേസ്റ്റ് ഒരു അപ്പം കഴിക്കേ. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങൾക്ക് സങ്കടമായി. ഞങ്ങള് ചോറ് ആ അപ്പന് കൊടുക്കും. നിങ്ങൾ കഴിക്കാതെ കൊടുക്കുവോ? ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ അമ്മ ആഹാരം തരുമല്ലോ, അപ്പന് കൊടുക്കാൻ ആരുമില്ല. മോളിൽ കൊടുക്കോ? ആ അപ്പന് കൊടുക്കാൻ ആരുണ്ടോ അമ്മ? ഡാഡി എന്നെ വഴക്ക് പറയല്ലേ. അപ്പന് ഉടുക്കാൻ ഒന്നുമില്ലായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ ഡാഡിയുടെ ഒരു ഷർട്ടും മാമന്റെ ഒരു മുണ്ടും കൂടെ കൊടുത്തു. സോറി. എന്തെന്ന് പറയാൻ തക്കളി? നീ എന്തിനാ എടുത്ത് കൊടുത്തത്? സത്യം പറയാതെ ഇട്ട് കൊതി പോലും തരുന്നില്ല. 3-4 പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ. പിന്നെ നിന്റെ തന്ന കോടി ചേർന്നില്ലേ എടുത്ത് കൊടുക്കാൻ? ഡാഡി കോടീഷൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനല്ലേ? ഒരു പൊതുപ്രവർത്തന മോൾ ഇത്രയെങ്കിലും ചെയ്യില്ലെങ്കിൽ ഡാഡിക്ക് അത് മോശമല്ലേ? അടിപൊളി. Alien versus Alien.